ക്ഷേത്രധനം എന്ന് പറയപ്പെടുന്നത് അത് വിശ്വാസിയുടെ അർപ്പണമാണ്, സമർപ്പണമാണ്. അങ്ങനെ വരുമ്പോൾ അത് കൈക്കലാക്കി കൊണ്ടുപോകുന്ന കൊള്ളക്കാരായ ആരായാലും, അത് ക്ഷേത്രതന്ത്രിയോ പൂജാരിയോ പോറ്റിയോ, ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമെങ്കിൽ ദേവസ്വം ബോർഡുകളുടെ, അത് തിരുവിതാംകൂർ എന്നല്ല, ഏത് ദേവസ്വം ബോർഡിന്, കേരളത്തിൽ അങ്ങോളമുള്ള ദേവസ്വം ബോർഡുകളുടെ ഉദ്യോഗസ്ഥരോ, തിരുവിതാംകൂർ എന്നല്ല എല്ലാ തരത്തിലുള്ള ദേവസ്വം ബോർഡുകളുടെയും പ്രസിഡന്റുമാരോ, ഇനി മന്ത്രിയോ വകുപ്പ് ഉദ്യോഗസ്ഥരോ ആര് തന്നെ ആയിക്കോട്ടെ, അവർക്കൊന്നും കൈയിട്ട് വാരാനുള്ളതല്ല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് എന്ന് പറയപ്പെടുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് ഒരു വിശ്വാസിയുടെയൊക്കെ വൈകാരികമായിട്ടുള്ള മൂലധനത്തിനെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് അതൊരു പരമമായിട്ടും ഒരു പാവന സങ്കേതമായിട്ട് പലപ്പോഴും നമ്മൾ സങ്കല്പിക്കുന്നത് പോലും. അത്തരത്തിലൊരു സങ്കല്പമാണ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ഉണ്ടാകുന്നത്. അവിടെ എത്തുന്ന ധനം, അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിശ്വാസിയുടെയൊക്കെ അർപ്പണമാണ്, അവരുടെ സമർപ്പണമാണ്. അപ്പോൾ അതിനുമുണ്ട് ഈ പറയുന്ന ഒരു പവിത്ര സ്വഭാവം എന്ന് പറയപ്പെടുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നൽകുന്ന തുകയാണ്. അതിനെയാണ്, അതെന്തുമായിക്കൊള്ളട്ടെ, ആ സമർപ്പണത്തിനെയാണ് ഇവിടെയുള്ള കാട്ടുകള്ളന്മാർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഈ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിപാലനത്തിനും മറ്റ് പുണ്യപ്രവർത്തികൾക്കുമായിട്ടൊക്കെയാണ് ഈ വരുന്ന ധനം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇങ്ങനെ വരുന്ന സമ്പാദ്യങ്ങൾ ആ ഒരു വഴിയിലേക്ക് പറഞ്ഞേക്കാതെ പലപ്പോഴും ക്ഷേത്രത്തിലെ ഭരണക്കാർക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ളവർക്കോ സ്വായത്തമാക്കാനുള്ള ധനമല്ല ഇത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുന്നത് ഈ വിശ്വാസത്തോടുള്ള ഒരു തരം അനാദരവാണ് എന്ന് പറയേണ്ടതുണ്ട്. മാത്രമല്ല പൊതുമുതലിൻ്റെ കുറ്റകരമായിട്ടുള്ള ഒരു ദുർവിനിയോഗവുമാകും അത്. സത്യത്തിൽ അങ്ങനെയല്ലേ? ആ സമ്പത്തിനെ അടിച്ചു മാറ്റി കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നത് ശരിയാണോ? ഒരു ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് വിശ്വാസിയുടെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, വൈകാരികമായിട്ടുള്ള ഒരു ഇടമാണ്. അവിടെ നടത്തുന്ന സമർപ്പണങ്ങൾ, അർച്ചനകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന സമർപ്പിക്കലുകൾ ഒക്കെ അതെന്തുമായിക്കൊള്ളട്ടെ, അത് വിശ്വാസി വളരെ പരിപാവനമായിട്ട് ക്ഷേത്രസംഘത്തിൽ കൊടുക്കുന്ന വളരെ പവിത്രമായ ഒരു ദക്ഷിണയാണ്. അതിനെ ഇങ്ങനെ അടിച്ചു മാറ്റരുത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കുറ്റകരമായിട്ടുള്ള, ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളല്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശബരിമലയിൽ നിന്നുള്ള വാർത്തകൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രത്യക്ഷങ്ങളാണ് നമ്മൾ കാണുന്നത്, പ്രത്യക്ഷത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവയെല്ലാം തുടർന്നു കൊണ്ടുപോകുന്നത് ഒരിക്കലും അഭിലഷണീയമല്ല, ഇത് അനുവദിച്ചുകൂടാ. അപ്പോൾ എന്ത് ചെയ്യണം? ക്ഷേത്ര സ്വത്തുക്കളുടെയും നിത്യവരുമാനത്തിൻ്റെയും ഒക്കെ ഒരു നടവരവിൻ്റെയും ഒക്കെ ഒരു ഓഡിറ്റിങ് ശക്തമാക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെ നമുക്കറിയാം, ചെറിയ ക്ഷേത്രങ്ങളിലടക്കം ഭണ്ഡാര വരുമാനത്തിൻ്റെയും നടവരവിൻ്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റിങ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ഓഡിറ്റിങ് എന്ന് പറയും അല്ലേ? പക്ഷെ അത് നടക്കണം. അത്തരത്തിൽ ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട്. എല്ലാറ്റിനും ഒരു കണക്കും കയ്യും ഒക്കെ ഉണ്ടാക്കണം. അതായത് ക്ഷേത്ര സ്വത്ത് എന്ന് പറയപ്പെടുന്നത് കൈയിട്ട് വാരാനുള്ളത് ആകരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വരവിനും വേണം ആ കണക്കും ചിട്ടയും ഒക്കെ വേണം. ആ കണക്കൊന്നും ഇല്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞ ശബരിമലയിൽ നിന്നുള്ള വാർത്തകൾ വരുമ്പോൾ ആ ശബരിമല വാർത്തകൾ നമ്മളെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പലപ്പോഴും. അതായത് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം ഈ കണ്ഠരര് രാജീവരൻ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് അത് ചെമ്പൊന്നുമല്ല, സ്വർണ്ണപ്പാളി തന്നെയാണ്. അപ്പോൾ അവർ കൂടി സമ്മതിച്ചിരിക്കുന്നു, കണ്ഠരര് രാജീവരൻ എന്ന് പറയുന്ന തന്ത്രി കൂടി സമ്മതിച്ചിരിക്കുന്നു, കൊണ്ടുപോയതൊക്കെ സ്വർണ്ണപ്പാളികൾ തന്നെയാണ്. സ്വർണ്ണപ്പാളികളാണ് കൊണ്ടുപോയതെങ്കിൽ എപ്പോഴാണിത് ചെമ്പുപാളികളായി മാറിയത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഈ സ്വർണ്ണപ്പാളി ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള ചോദ്യം ഉന്നയിച്ചപ്പോഴൊക്കെ മന്ത്രി വി എൻ വാസവനും ഒപ്പം തന്നെ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തും ഒക്കെ പറയുന്നത് ഈ നടക്കുന്ന കാര്യമൊക്കെ പുതുതായിട്ട് എന്തോ സംഭവിച്ചതുപോലെയാണ്. 2019 സംഭവിച്ച കാര്യങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇവർക്കില്ല എന്നുള്ള തരത്തിലാണ് ഇവരുടെ സംസാരം എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് 2019 ആര് തെറ്റ് കാണിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ശിക്ഷാ നടപടികൾ കൊടുക്കേണ്ടതാണ്, ശിക്ഷിക്കപ്പെടേണ്ടതാണെന്നൊക്കെ വലിയ വായിലൊക്കെ വാദം പറയുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ഈ പറയുന്ന വാദഗതികൾ 2019 നടന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ 2019 സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അത് അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളിയുടെ അടിത്തട്ട് ചികഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അവിടെ അന്നത്തെ ബോർഡ് ഭാരവാഹികൾ, അന്നത്തെ അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അന്ന് പ്രസിഡന്റ് ആരായിരുന്നു? A. പത്മകുമാർ. ഈ പത്മകുമാർ ആരാണ്? ഈ പത്മകുമാർ എന്ന് പറയപ്പെടുന്ന അന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോഴാണ്
ഈ ബോർഡ് പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അന്ന് എ പത്മകുമാർ പ്രസിഡന്റായിരുന്നു. അതിൻ്റെ കൂടെ അന്നത്തെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പാറവിള എ പത്മകുമാർ, അതിൻ്റെ കൂടെ അംഗങ്ങളായിട്ടുള്ള പാറവിള വിജയകുമാർ, കെ പി ശങ്കർദാസ്, കമ്മീഷണറായിട്ട് എൻ ബാസു, സന്നിധാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു. അതായത് ഇപ്പോഴത്തെ ബോർഡ് സംശയ നിഴലിൽ നിർത്തുന്ന ഉദ്യോഗസ്ഥരെയാണ് ഇവർ നിർത്തുന്നത്. ബാക്കിയുള്ള ഈ പറഞ്ഞ മഹാന്മാരൊന്നും ഇതിനകത്ത് പെടുന്നവരല്ലേ, ഞാൻ ഈ പറഞ്ഞവരൊന്നും ഇതിനകത്ത് പെടുന്നവരല്ലേ. ബോർഡ് പ്രസിഡന്റ് ആവട്ടെ, ബോർഡ് മെമ്പർമാരാവട്ടെ, ബോർഡിന്റെ കമ്മീഷണർ ആവട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാവട്ടെ, അവരാരും ഇതിനകത്ത് പെടുന്നവരല്ലേ. വെറും ഉദ്യോഗസ്ഥർ മാത്രമാണോ ഇതിനകത്ത് പെടുന്നത്? അപ്പോൾ ഇതിനുള്ള ഉത്തരം നൽകുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട്, അത് ചെയ്യേണ്ടതുമാണ്. പക്ഷേ ഇപ്പോഴത്തെ ബോർഡിന് സത്യം പറഞ്ഞാൽ ഈ പഴയ ബോർഡ് മെമ്പർമാർക്കെതിരെയോ ബോർഡിലുള്ള ആൾക്കാർക്കെതിരെയോ നടപടി എടുക്കുവാൻ കഴിയില്ല. പക്ഷെ അവർക്ക് പരാതി വേണമെങ്കിൽ നൽകാം. എന്തുകൊണ്ട് പരാതി നൽകിയില്ല? പരാതി നൽകേണ്ടല്ലേ. അങ്ങനെ പരാതി ദേവസ്വം ബോർഡിന്റെ 1-ാം നമ്പർ ക്ഷേത്രമായിട്ടുള്ള ശബരിമല, ഈ ശബരിമലയുടെ ശ്രീകോവിൽ നടക്കുന്ന പ്രവർത്തികളുടെ രേഖകൾ, ആ രേഖകൾ പ്രസിഡന്റും അംഗങ്ങളും അറിയാതെ വരുന്നതാണോ? ഈ ചോദ്യങ്ങൾ നമുക്കിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഈ പ്രസിഡന്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരും അറിയാതെയാണോ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്? അവർക്കെതിരെ ദേവസ്വം വകുപ്പോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ദേവസ്വം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബോർഡോ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ നൽകിയിട്ടുണ്ടോ? പരാതി നൽകിയതായിട്ട് അറിയാൻ കഴിയുന്നുണ്ടോ? ഇനിയുമുണ്ട്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്നത്തെ പത്മകുമാർ എന്ന് പറയപ്പെടുന്ന ആരായിരുന്നു? പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിരുന്നപ്പോൾ അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ബോർഡ് പ്രസിഡന്റാകുന്ന അങ്ങനെയാണ്. അദ്ദേഹത്തെ തള്ളുന്ന നിലപാട് ഇപ്പോൾ ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ടോ എന്ന് പറയേണ്ടതാണ്. 2019 അദ്ദേഹം എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തള്ളുന്നുണ്ടോ എന്ന് പറയേണ്ടത് ആരാ? ഇപ്പോഴത്തെ സർക്കാരാണ്. ഇനി വാസുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കമ്മീഷണറായിരിക്കും. എൻ വാസു സർക്കാരിന്റെ നോമിനിയായിട്ട് ബോർഡ് കമ്മീഷണറായിട്ടുള്ള വ്യക്തിയാണ്. 2019 മാർച്ച് 14 വരെ ആ ചുമതല വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത ആളാണ് ഈ ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു എന്ന് പറയപ്പെടുന്നത്. 2019 ജൂലൈ 14 വരെ ഈ യുവതീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വലിയ ചർച്ചയായപ്പോൾ അന്ന് ആ വിവാദത്തിൽ അന്നത്തെ പ്രസിഡന്റായ പത്മകുമാർ ചില വാദഗതികൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് അന്നത്തെ മന്ത്രിമാർക്ക് പോലും, കടകംപള്ളി സുരേന്ദ്രന് പോലും ഇഷ്ടമായില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നുണ്ടായിരുന്നു. മന്ത്രിമാർ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യമായിരുന്നു അന്ന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, ഇതിനെതിരെ അന്നത്തെ പ്രസിഡന്റും പത്മകുമാറും ഒക്കെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ അനിഷ്ടം തോന്നി, എൻ പത്മകുമാറിൻ്റെ ഈ വാദഗതികളുടെ അനിഷ്ടം തോന്നിയ സമയത്താണ് ഈ കമ്മീഷണറായിരുന്ന എൻ ബാസുവിനെ അവസാനം ഇവിടുത്തെ പ്രസിഡന്റാക്കി മാറ്റുന്ന ആ കാലഘട്ടത്തിൽ. അതിനുശേഷം ബാസു ആയിരുന്നു നടപടിക്രമങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കമ്മീഷണറായിരിക്കും അദ്ദേഹത്തിന് സ്വർണ്ണപ്പാട് വിഷയത്തിൽ നോട്ടക്കുറവുണ്ടായോ എന്ന് ഇപ്പോഴത്തെ സർക്കാർ സത്യത്തിൽ അത് ചോദിക്കേണ്ടിയിരിക്കുന്നു. എൻ വാസുവിനെ തിരികെ കമ്മീഷൻ സ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ, കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ പാളി വിവാദം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നോട്ടക്കുറവ്, നോട്ടപ്പിശക് ഈ വാസുവിന് ഉണ്ടായിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അദ്ദേഹം സ്ഥാനമൊഴിയും മുൻപാണ് പാളികൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. സർക്കാർ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനിയുമുണ്ട് ചോദ്യങ്ങൾ. ഈ വിജയ് മല്യ സമർപ്പിച്ച കട്ടിളയിലെ സ്വർണ്ണപ്പാളി അത് എവിടെയാണ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇനി മറ്റൊന്ന്, മഹസർ രേഖപ്പെടുത്തുമ്പോൾ സ്വർണ്ണപ്പാളി ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. അതോ അന്ന് അതുകൊണ്ട് ചെമ്പ് പാളി എന്നുള്ളത് എഴുതി ചേർത്തതാണോ? അപ്പം അതിനൊരു ഉത്തരം വേണ്ടേ? കൊണ്ടുപോയത് സ്വർണ്ണപ്പാളികൾ തന്നെയാണ് എന്ന് എഴുതി വെക്കേണ്ടതല്ലേ? അത് വയ്ക്കാത്തത് എന്തുകൊണ്ടാണ്? പകരം ചെമ്പ് പാളികൾ എന്തുകൊണ്ട് അവിടെ വന്നു? ഇതൊക്കെ സംശയമുളവാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മുടെ കണ്ഠരര് രാജീവര് പറഞ്ഞിരിക്കുന്നത്, അത് ചെമ്പൊന്നുമല്ല, അത് കൃത്യമായിട്ടും സ്വർണം തന്നെയാണ്, സ്വർണ്ണപ്പാളികൾ തന്നെയാണ്. അപ്പോൾ ആര് പെട്ടു? സർക്കാരും പെട്ടു, സർക്കാർ ഇപ്പോൾ സഹായിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും പെട്ടു. ഇങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇതിനകത്ത് ഉന്നതരായ ഉദ്യോഗസ്ഥരെ ചാരി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ഇതിനകത്ത് നിൽക്കുന്ന മറ്റ് പലരും അങ്ങനെ ജയിലവികൾ എണ്ണാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നിയമത്തിന് മുന്നിൽ ഇവരെ കൊണ്ടുവരേണ്ടതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കില്ല. അതായത് വിജയ് മല്യ ഈ സ്വർണം പൊതിഞ്ഞ് സമർപ്പിച്ച പഴയ വാതിലുണ്ടല്ലോ, ആ വാതിൽ എവിടെയാണെന്നൊന്ന് പറയാം. അതിലെ സ്വർണ്ണപ്പാളി അതെവിടെയാണെന്ന്, ഇതൊക്കെ ഈ ദേവസ്വം സുരക്ഷാ മുറിയിൽ ഉണ്ട് എന്നൊക്കെയാണ് ഈ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ പറയുന്നത്. ഇനി നടക്കാൻ പോകുന്ന പരിശോധനയിൽ മാത്രമേ നമുക്കിതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വാതിൽ മാറ്റുന്നതിനുള്ള ബോർഡിൻ്റെ തീരുമാനം അത് എന്തുകൊണ്ടാണ് എടുത്തത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് വാതിൽ മാറ്റുന്നതിന് ബോർഡ് അങ്ങനെ തീരുമാനം കൊടുത്തിട്ടുണ്ടോ? സ്വർണ്ണപ്പാളി മാറ്റി അവിടെ വെള്ളിപ്പാളി വെക്കണമെന്നോ അല്ലെങ്കിൽ ചെമ്പുപാളി വെക്കണമെന്നോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്വർണം പൂശുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ കൊണ്ടുപോയ സമയത്ത് തന്നെ സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റി എന്നുള്ളതാണ്.
അപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റാൻ കൂട്ടുനിന്നവർ ആരൊക്കെയാണ്? ആ അടിച്ചു മാറ്റൽ എന്തുകൊണ്ട് നടന്നു? നമുക്കറിയാം, ഈ മഹസർ എഴുതി കൊടുക്കുമ്പോൾ 2019 ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം ഏകദേശം 59 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കട്ടള ഈ പാളികൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ പാളികൾ തിരിച്ചു വരുന്ന ആ സാഹചര്യത്തിൽ അന്ന് ഇത് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടവർ കൃത്യമായിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് അതിനകത്ത് അന്നത്തെ ഹൈക്കോടതിയുടെ പ്രത്യേക പ്രതിനിധി ഉണ്ടായിരുന്നു. ആ ഹൈക്കോടതിയുടെ പ്രത്യേക പ്രതിനിധി കൊടുത്തത് പ്രകാരം എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ഹൈക്കോടതി പ്രതിനിധിയായിട്ടുള്ള KR ജയകൃഷ്ണൻ, അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ 2025 പരാതിയുമായി എത്തുന്നത്. അദ്ദേഹം നൽകിയ നിർദ്ദേശപ്രകാരമാണ് ബാക്കിയുള്ള മാലോകർ എന്ന് സ്വർണ്ണപ്പാളി വിഷയം അറിയുന്നത് പോലും. അതായത് ഹൈക്കോടതിയുടെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള ജയകൃഷ്ണന് പോലും അറിയാൻ കഴിഞ്ഞില്ല അവിടുന്ന് ഇങ്ങനെ ഒരു പാളി കൊണ്ടുപോകുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിനോട് മഹസറിൽ ഒപ്പിടാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. ഇതൊന്നുമല്ലാതെ ഇതിന്റെ അളവും തൂക്കവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദേവസ്വത്തിന്റെ ആൾക്കാരുണ്ട്, അവരും ഇതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഒപ്പിട്ടു എന്ന് പറയപ്പെടുന്നത് ഈ ആരാണോ കൊണ്ടുപോയത് അവർക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്, ബാക്കി ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒപ്പിടുന്ന പ്രക്രിയ പോലും ഒരുതരം ഒപ്പിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് നമ്മളിത് അടിച്ചു വെക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഒരു അജ്ഞാതനായ ഒരു വ്യക്തിയുണ്ട്. ഈ അജ്ഞാതനായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അവരാണ് ഇതിനകത്തെ യഥാർത്ഥ സ്കൾപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ നടക്കാൻ പോകുന്ന അന്വേഷണമടക്കം തൃപ്തികരമല്ലാത്ത രീതിയിൽ ഒരു ചടങ്ങായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആരെയും കണ്ടെത്താൻ പോകുന്നില്ല. 3 പാർട്ടിയിലുള്ള വില്ലന്മാരും ബിരുദന്മാരും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാരൊക്കെയാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം സർക്കാരിന്റെ അജണ്ട എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിലൊരു അജണ്ട നടപ്പിലാക്കുവാനുള്ള കരുത്തൊന്നും ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിന് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നടക്കാനുള്ള സാധ്യതയുമില്ല. എന്തായാലും ഈ സ്വർണ്ണപ്പാളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ പ്രതികരിക്കാനില്ലെങ്കിൽ സഖാക്കന്മാർ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ ക്ഷേത്ര വരവിനും കണക്കിനും കയ്യെട്ടുപാറലിനും ഒരു അറുതി ഉണ്ടാക്കണം. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തപ്പെടുന്ന പണത്തിന്റെ തുകയുടെ അളവ് എത്രയാണ്, ആ സമ്പാദ്യം എത്രയാണ്, അതിന്റെ കണക്കെത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊണ്ടുവേണം മുന്നോട്ട് പോകുവാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ശബരിമലയെ പോലെ തന്നെ മറ്റേതോ ഒരു അമ്പലം വീണ്ടും കൊള്ളയടിക്കാൻ തയ്യാറെടുക്കപ്പെടുകയാണ് ഇവിടുത്തെ കൊള്ളക്കാർ എന്ന് പറയേണ്ടി.